ബ്രഹ്മാവിൽ തുടങ്ങി ഇന്ദ്രനും ചന്ദ്രനും വരുണനും കടന്ന് അർജുനന്റെ കയ്യിലെത്തിയ വില്ല്. ഇതിഹാസ നായകന്റെ വീരോജ്വലമായ വിജയങ്ങൾക്ക് സാക്ഷിയായ വില്ല് ഗാണ്ഡീവം. ഇന്ത്യയുടെ പുതിയ മിസൈലാണ് വീണ്ടും പുരാണ കഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 4 മടങ്ങിലേറെ വേഗം, കാഴ്ചക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെയും അത് യുദ്ധവിമാനങ്ങളായിക്കോട്ടെ മിസൈലുകളായിക്കോട്ടെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷി. SFDR എഞ്ചിനിൽ കുതിക്കുന്ന ഗാണ്ഡീവ എന്ന എയർ ടു എയർ മിസൈൽ. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര MK-3 എന്ന മിസൈലാണ് ഗാണ്ഡീവ എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിനാണ് ഗാണ്ഡീവയുടെ പ്രത്യേകത. മിസൈൽ മുന്നോട്ടു പോകുന്നതിൻ്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ. മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലനം വേഗത്തിലാക്കാൻ പ്രത്യേകം ഓക്സിഡൈസറും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ റാംജെറ്റ് എഞ്ചിനുകൾ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്നതിനാൽ ഓക്സിഡൈസറിൻ്റെ അളവ് കുറക്കാനാകും. അതിനാൽ പരമ്പരാഗത മിസൈലുകളെ അപേക്ഷിച്ച് ഗാണ്ഡീവയ്ക്ക് ഭാരം കുറവായിരിക്കുമെന്ന് മാത്രമല്ല, ദീർഘദൂരം യാത്ര ചെയ്ത് പ്രഹരപരിധി വർദ്ധിപ്പിക്കാനും ഈ സാങ്കേതികവിദ്യ മിസൈലിനെ സഹായിക്കും. 220 കിലോഗ്രാമാണ് ഗാണ്ഡീവ മിസൈലിൻ്റെ ഭാരം. DRDO ഇതിനു മുമ്പ് വികസിപ്പിച്ച അസ്ത്ര MK-1, അസ്ത്ര MK-2 എന്നീ മിസൈലുകളുടെ പിൻഗാമിയാണ് ഗാണ്ഡീവ. അസ്ത്ര MK-1 മിസൈലിന് പരമാവധി 110 കിലോമീറ്ററാണ് പ്രഹരപരിധി. MK-2വിന് 160 കിലോമീറ്ററും. എന്നാൽ ഗാണ്ഡീവത്തിന് 300 മുതൽ 350 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ സാധിക്കും. വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന യൂറോപ്യൻ നിർമ്മിത മെറ്റിയോറിനെ മറികടക്കുന്ന പ്രകടനമാണ് ഗാണ്ഡീവയെ വ്യത്യസ്തമാക്കുന്നത്. മിസൈലുകളും ആയുധ സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷനായ ഫ്രാൻസിലെ MBDAയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ കൂട്ടായ്മയാണ് മെറ്റിയോർ വികസിപ്പിച്ചെടുത്തത്. നിലവിൽ ലോകത്തുള്ള BVR അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളിൽ ഏറ്റവും നൂതനമാണ് മെറ്റിയോർ. മിക്ക രാജ്യങ്ങളും 2016 മുതൽക്കേ മെറ്റിയോർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ റഫേൽ മുതൽ യൂറോഫൈറ്റർ ടൈഫൂൺ, സാബ് ഗ്രിപ്പൺ എന്നിങ്ങനെ വ്യത്യസ്ത പോർവിമാനങ്ങളിൽ മെറ്റിയോർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതാണ് SFDR ടെക്നോളജി. 2013 തുടങ്ങിയ പദ്ധതി 2024ഓടെയാണ് പൂർണ്ണതയിലെത്തിയത്. 2024 ഡിസംബറിലായിരുന്നു SFDR ടെക്നോളജിയുടെ ആദ്യ പരീക്ഷണം നടന്നത്. ഗാണ്ഡീവ മിസൈൽ യാഥാർത്ഥ്യമാക്കുന്നതിന് നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചിരുന്നു. 2013 പദ്ധതി തുടങ്ങിയപ്പോൾ എഞ്ചിന്റെ വലിപ്പം കുറയ്ക്കുക എന്ന വെല്ലുവിളിയായിരുന്നു ആദ്യം മറികടക്കേണ്ടിയിരുന്നത്. ഇതുമൂലം പദ്ധതി വൈകുകയും ചെയ്തു. ഇനിയും പരീക്ഷണങ്ങൾ മുന്നിലുണ്ട്. സുഖോയ്, തേജസ് വിമാനങ്ങളിലും ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCAയിലും ഗാണ്ഡീവ മിസൈൽ ഉപയോഗിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷണ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മിസൈലിന്റെ വ്യാവസായിക ഉൽപ്പാദനം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ എലൈറ്റ് ക്ലബിൽ ഇതിനോടകം തന്നെ ഇന്ത്യ ഇടം പിടിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം അവസാനം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതോടെ ഇന്ത്യ വൻ നേട്ടമാണ് കൈവരിച്ചത്. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈവശമുള്ളത്. 1500 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള മിസൈലിന് വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാനാകും. ഇന്ത്യ തദ്ദേശീയമായാണ് മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ഇസ്രയേലിന്റെ അയൺ ഡോം, റഷ്യൻ S-400 എന്നിവയെ പ്രകടനത്തിൽ മറികടക്കുന്ന പ്രോജക്ട് കുശ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.